നമസ്കാരം. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകിയ 51 വീടുകൾ കൈമാറിയിരിക്കുകയാണ്. പൂർണ്ണമായും താമസയോഗ്യമായിട്ടുള്ള വീടുകൾ. ഒന്നിനും ഒരു കുറവും പാടില്ല, അവിടെ എല്ലാം ഉണ്ടായിരിക്കണം എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് ആ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിലുള്ള വീട്, ഫുൾ ഫർണിഷ്ഡ് ആണ്. ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ സാമ്പത്തികമായി മെച്ചപ്പെടുകയാണെങ്കിൽ അവർക്ക് ആ വീടിന് മുകളിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അത്തരത്തിലുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഇനി ചില കുറവുകളുണ്ട് എന്ന് ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ കുറവ്, അവിടെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു ഹാള് വേണം, അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അമ്പലം, അതുപോലെ തന്നെ പള്ളി, അത്തരത്തിലുള്ള സൗകര്യങ്ങൾ വേണം. ഇത്തരത്തിലുള്ള ചില കുറവുകളുണ്ട്, അതുടൻ തന്നെ പരിഹരിക്കുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ ഒരു പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ ഇവർക്ക് യോഗ്യതയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ജോലിയും കൊടുക്കും. അതുകൂടി മുന്നിൽ കണ്ടിട്ടാണ് ഈ ഒരു പ്രദേശത്ത് വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്. അതായത് അവിടെ എല്ലാം ഉണ്ട്, എല്ലാം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഈ വീടുകൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് ആ വീടിലെ ഗൃഹപ്രവേശ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഗണപതി ഹോമം നടക്കുന്നുണ്ട്, പൂജ നടക്കുന്നുണ്ട്, പാലുകാച്ചൽ നടക്കുന്നുണ്ട്, നമസ്കാരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം മുസ്ലിം ലീഗിന്റെ നേതൃത്വം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ വീട് നിൽക്കുന്ന പ്രദേശത്തേക്ക് തള്ളിക്കയറി വന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ റീൽസ് ഇടാനോ ഒന്നും ശ്രമിക്കരുത്. അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കും. അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടാകരുത് എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീടുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ അതിന്റെ വീഡിയോകളും ഒക്കെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി എന്നുള്ളതാണ്. കാരണം ഇവിടെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആ പാർട്ടിയെ സംഘപരിവാരത്തെക്കാൾ ഭയപ്പെടേണ്ട പാർട്ടിയാണ്, അതിനേക്കാൾ വലിയ തീവ്രതയുള്ള ഒരു പാർട്ടിയാണ്, വർഗീയതയുള്ള പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അടച്ചാക്ഷേപിച്ചിരുന്നു. എന്തായാലും മുസ്ലിം ലീഗ് അവരുടെ നന്മ നിറഞ്ഞ പ്രവർത്തനം കൊണ്ട് തന്നെ അതിനൊരു മറുപടി കൊടുത്തു. കാര്യമായി അവരൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല. പ്രവൃത്തിയിലൂടെ എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടത് എന്നവർ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച വീടുകളിൽ ഇപ്പോഴും താമസിക്കാനായിട്ടില്ല. അത്തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് വലിയ വീഴ്ചയാണ്. നേരത്തെ സർക്കാർ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞ ആ വീടുമായി സഹകരിക്കാനാണ് ലീഗിന്റെ തീരുമാനമുണ്ടായിരുന്നത്. എന്നാൽ ആ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് വീട് കിട്ടാൻ സമയമെടുക്കും. അത് മനസ്സിലാക്കിയപ്പോൾ സ്വന്തം നിലക്ക് മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്ന് തോന്നി. അങ്ങനെയാണ് ആ നിലക്ക് ഞങ്ങൾ മുന്നോട്ട് പോയത്. സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സർക്കാരിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഒരുപാട് നടപടികൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. സർക്കാരിന് ഇനി തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു സർക്കാരാണ് വരുന്നതെങ്കിൽ അത് അവരെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുകൂടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് വ്യക്തമാക്കി. എന്തായാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്തത് കുറഞ്ഞുപോയി എന്ന് പറയാനോ ഒന്നുമല്ല. ഈ ഒരു വിവരം ഇവിടെ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. എന്തായാലും ഇവിടെ മുസ്ലിം ലീഗ് കാണിച്ച മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ചടങ്ങുകൾ സംഘടിപ്പിക്കാം എന്നുള്ള വിശാലമായിട്ടുള്ള ആ മുസ്ലിം ലീഗിന്റെ ഒരു മനസ്സ് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വിഷയം ഒരിക്കൽ കൂടെ എടുത്തു പറയാൻ തീരുമാനിച്ചത്. ഇതിനോടകം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. നമ്മളൊക്കെ നികുതി കൊടുക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരാണ്. നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് സർക്കാർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. അവർ കൊണ്ടുവരുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ പ്രത്യേക ചില പേരുകൾ അവർ കൊടുക്കാറുണ്ട്. ഞാൻ ആ പേര് ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല, അതിന്റെയൊക്കെ ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഭൂമി പൂജയും അതുപോലെ തന്നെ
മറ്റു പൂജകളും ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി, RSSന്റെ പാട്ട് പാടണം ചില സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചില പ്രാർത്ഥനകൾ നടത്തണം. അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടി ഇവിടെ ശ്രമിക്കുമ്പോൾ ആ പാർട്ടിയേക്കാൾ വലിയ ഭീകര സ്വഭാവമുള്ള ആളുകളാണ്, വർഗീയ സ്വഭാവമുള്ള ആളുകളാണ് മുസ്ലിം ലീഗ് എന്ന് ഒരു വിഭാഗം ഇവിടെ ഈ ലീഗിനെ, ഈ ഒരു പാർട്ടി ആക്ഷേപിക്കുമ്പോഴാണ് മാതൃകാപരമായിട്ടൊരു പ്രവർത്തനം ഈ ഒരു പാർട്ടിയിൽ നിന്ന് നമുക്ക് കാണാനായത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിലെത്തിയാൽ, ഭരണത്തിലെത്തിയാൽ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു, ഹിന്ദുക്കളൊക്കെ ഇവിടെ നിന്ന് നാട് വിട്ടു പോകേണ്ടി വരും എന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കൊട ചൂടിക്കൊടുത്ത ചില ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും അത്തരക്കാർക്ക് ഒരു പാഠമായിരിക്കണം. അവർക്ക് മാതൃകാപരമായിട്ടൊരു പ്രവർത്തനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുസ്ലിം ലീഗിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവിടെ മുസ്ലിം ലീഗ് എല്ലാ സമയങ്ങളിലും ചെയ്യാറുണ്ട്. സ്ഥിരമായി അതിനുവേണ്ടി പ്രത്യേകം ആളുകൾ സദാസമയവും ഇവിടെ പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന കാഴ്ചയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്ത മുഖത്ത് എങ്ങനെ ഇടപെടണം, എങ്ങനെ പെരുമാറണം എന്നതൊക്കെ മുസ്ലിം ലീഗ് പലപ്പോഴും അത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും ലീഗിനെ അടച്ചാക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇതൊക്കെ കാണാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.